ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുവാനുള്ള ഒരു ചോദ്യം പരിശോധിക്കുക. കേരളത്തിലെ ജില്ലകളെ സംബന്ധിക്കുന്ന ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള .ott എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഒരു ഉള്ളടക്ക പട്ടിക അഥവാ ഇൻഡെക്സ് ടേബിൾ ആദ്യ പേജിൽ മുകളിലായി തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. തലക്കെട്ടുകൾക്ക് അഥവാ ജില്ലകളുടെ പേരുകൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകേണ്ടതുണ്ട്. എല്ലാം ചെയ്തു കഴിഞ്ഞ് ഈ ഫയൽ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം ഫോൾഡറിൽ സേവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ഇവിടെ കാണുന്ന ഫയൽ തുറക്കേണ്ടതുണ്ട്. അത് നമുക്ക് തുറന്നു നോക്കാം. ഹോം ഫോൾഡർ തുറക്കുന്നു. ഇതിലെ എക്സാം ഡോക്യുമെന്റ്സിലാണ് ഫയൽ ഉള്ളത്. അതുകൊണ്ട് എക്സാം ഡോക്യുമെന്റ്സ് തുറക്കുന്നു. പറഞ്ഞ ഫയൽ ഇവിടെയുണ്ട്, ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി ജില്ലയുടെ പേരുകൾക്ക് സൂചനയിൽ പറഞ്ഞ പ്രകാരം ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ കൊടുക്കേണ്ടതുണ്ട്. നമുക്കിവിടെ ഓരോ ജില്ലകൾ സെലക്ട് ചെയ്യാം. ആദ്യമായിട്ട് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല സെലക്ട് ചെയ്യുന്നു. അതിന് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ കൊടുക്കണം. അതുകൊണ്ട് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ കൊടുത്തു. ഇങ്ങനെ സ്റ്റൈലുകൾ കൊടുത്താൽ മാത്രമേ ഇൻഡെക്സ് ടേബിൾ കൃത്യമായ രീതിയിൽ നമുക്ക് നിർമ്മിക്കുവാൻ കഴിയുകയുള്ളൂ. ആലപ്പുഴ എന്നതിന് സ്റ്റൈൽ കൊടുത്തു. ഇനി അടുത്ത ജില്ല തിരഞ്ഞെടുക്കുന്നു. എറണാകുളം എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനും ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ കൊടുത്തു. ഇങ്ങനെ ഓരോ ജില്ലകളും സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം ആവശ്യമാണ്. ഇത് കുറച്ചുകൂടി എളുപ്പം ചെയ്യുവാൻ ഒരു മാർഗമുണ്ട്. അതിനുവേണ്ടി ഇനിയുള്ള ഹെഡിങ്ങുകളെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ആദ്യത്തെ ഹെഡിങ് സെലക്ട് ചെയ്തു. ഇനി അടുത്ത ഹെഡിങ്ങിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു. കൺട്രോൾ കീയിൽ അമർത്തുന്നു. രണ്ടാമത്തെ ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീയിൽ നിന്ന് കൈയെടുക്കുന്നു. അടുത്ത ഹെഡിങ്ങിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു. കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് കാസർഗോഡ് എന്ന ജില്ലയും സെലക്ട് ചെയ്തു. അതേ രീതിയിൽ അടുത്ത ജില്ല സെലക്ട് ചെയ്യുന്നു. തുടർന്നുള്ള എല്ലാ ജില്ലകളും അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ ജില്ലകളും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഡിഫാൾട്ട് സ്റ്റൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്നു. സൂചനയിൽ പറഞ്ഞ പ്രകാരം ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകൾക്കും ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകി കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡെക്സ് ടേബിൾ നിർമ്മിക്കാം. അതിനായി പേജിന്റെ ആദ്യ ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. പേജിന്റെ ആദ്യ ഭാഗത്തേക്ക് പോകുന്നു. ഇൻഡെക്സ് ടേബിൾ വരേണ്ട സ്ഥാനത്ത് മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എന്നതിന് നേരെ ഇൻഡെക്സ് ആൻഡ് ടേബിൾ എന്നതിന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന പേരിലായിരിക്കും ഇൻഡെക്സ് ടേബിൾ വരുന്നത്. അത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ മാറ്റി കൊടുക്കുന്നില്ല. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളറും വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുവേണ്ടി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ടാബ് സെലക്ട് ചെയ്താൽ മതി. കോളങ്ങൾ, സ്റ്റൈലുകൾ തുടങ്ങിയവയും മാറ്റി കൊടുക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ടാബ് സെലക്ട് ചെയ്യുക. ഒരു നിറം തിരഞ്ഞെടുത്തു കൊടുക്കുക. ഇവിടെ ഒരു നിറം കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻഡെക്സ് ടേബിൾ ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മൾ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ കൊടുത്ത എല്ലാ ജില്ലകളും ഇവിടെ ഇതുപോലെ ഇൻഡെക്സ് ടേബിളിൽ ഉൾപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകിയത് കൊണ്ടാണ് അവ ഇൻഡെക്സ് ടേബിളിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുവാനുള്ളത്, സ്റ്റൈൽ കൊടുക്കുന്ന ഹെഡിങ്ങുകൾ മാത്രമേ ഇൻഡെക്സ് ടേബിളിലേക്ക് ഉൾപ്പെടുത്തപ്പെടുകയുള്ളൂ എന്നതാണ്. ഇനി ഇതിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് സേവ് ചെയ്യുന്നത്. സേവ് എന്നത് ഉപയോഗിച്ചല്ല. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. ചോദ്യ നമ്പർ. ഇവിടെ എക്സാം 10ലാണ് സേവ് ചെയ്യേണ്ടത്. എക്സാം 10 സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എക്സാം 10 വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.